Biotech from Mount Carmel College, Bangalore. And I wish this young budding actress all the very best in life and a long and successful career. Thank you. I now request Nakshatra to speak a few words. ಇಲ್ಲಿ ಸ್ಟೇಜಲ್ಲಿ ಕೂತಿರೋ ಎಲ್ಲ ಗಣ್ಯರಿಗೂ ನಮಸ್ಕಾರ. ಕಲಾ ಕೈರಳಿ ಅರೇಂಜ್ ಮಾಡ್ತಿರೋ ಪ್ರೋಗ್ರಾಮಲ್ಲಿ ಇದು ಫಸ್ಟ್ ಪ್ರೋಗ್ರಾಮ್ ನಾನು ಅಟೆಂಡ್ ಮಾಡ್ತಿರೋದು. ലാസ്റ്റ് ഇയർ അമ്മ അറ്റൻഡ് ചെയ്തിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ഇത് ഇന്ന് നമ്മളെല്ലാം ഒന്നുകൂടി ഓണം ആഘോഷിക്കാൻ വന്നിട്ടുണ്ട്. എനിക്കൊരു ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓണം സെലിബ്രേഷനാണ്. എപ്പോഴും വീട്ടിൽ തന്നെ ചെയ്യും. സോ ഇത് എല്ലാവരുടെ ഒപ്പം ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. സോ താങ്ക് യു ഫോർ ഇൻവൈറ്റിംഗ് മീ ആൻഡ് ഐ എം ഗ്ലാഡ് ടു ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഇറ്റ്. താങ്ക് യു. A very big hand, ladies and gentlemen. They are the pillars of our Kala Kairali. Thank you very much, Mr. Sumaripillai. Would you like to please speak a few words to us? ഞാൻ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു സംഭവമാണ്. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, ആരും എന്നോട് പറഞ്ഞതുമില്ല. ഇപ്പോൾ എൻ്റെ പേര് വിളിച്ചപ്പോൾ എനിക്ക് വളരെ ആശ്ചര്യമാണ് തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു സന്മാനത്തിനോ ഇതിനുള്ള അർഹത എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ 1961 ബാംഗ്ലൂരിൽ വന്ന ആളാണ്. യശോന്തപുരം കേരള സമാജത്തോടു കൂടിയാണ് എൻ്റെ പ്രവർത്തനം തുടങ്ങിയത്. ഇന്ന് ഒരു രഹസ്യമെന്ന് പറയാം. യശോന്തപുരം കേരള സമാജം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം അന്ന് യശോന്തപുരം ഒരു വില്ലേജാണ്. ആ വില്ലേജിലെ പട്ടേൽ ഒരു നഞ്ചപ്പറഡ്ഡി ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഒരു കൊച്ചുമായൻ്റെ കൂട്ടാണ് എന്നെ കണക്കാക്കിയിരുന്നത്. അപ്പോൾ അവിടെ ഒരു ലേ ഔട്ട് ചെയ്യുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിനക്കൊരു സൈറ്റ് തരുന്നുണ്ട്. അപ്പോൾ 61 ഞാനിവിടെ വന്ന എനിക്ക് ബാംഗ്ലൂരിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ള ഒരു ഇത് തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തിനാ ഇത്, പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട്, ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്, ഞാൻ അതിന് കൊടുത്തോട്ടെ എന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു, അത് നിങ്ങളുടെ ഇഷ്ടം, ഞാൻ തരുന്നു. ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാം, യശോന്തപുരം കേരള സമാജം നിൽക്കുന്ന സ്ഥലം എനിക്ക് കിട്ടിയത് ഞാൻ കേരള സമാജത്തിന് കൊടുത്തു. അതിലിന്ന് ഒരു 4 നില കെട്ടിടം കെട്ടി ഒരുപാട് പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അവർക്ക് എന്നെ ഇതുപോലെ ഒന്ന് അവരുടെ ഗോൾഡൻ ജൂബിലിക്ക് സോവനറിൽ റൈറ്റപ്പ് ഇടണം, ഫോട്ടോ വേണം, ഡീറ്റെയിൽസൊക്കെ. ഞാൻ പറഞ്ഞു, ഞാൻ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അത് നിരാകരിച്ചു. ഞാൻ ഇന്നും യശോന്തപുരം കേരള സമാജത്തിലെ ഒരു മെമ്പറാണ്. അത് കഴിഞ്ഞ് BL ആണ് ഞാൻ ജോലി ചെയ്തത് 40 വർഷം. അവിടെയും ബെൽമ എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു മലയാളി അസോസിയേഷനാണ്. 56 വർഷത്തെ പഴക്കമുള്ള. അതിലും പ്രവർത്തിക്കാനൊരവസരം കിട്ടി, അതിൻ്റെയും പ്രസിഡൻ്റായിട്ടിരിക്കാനുള്ള അവകാശം കിട്ടി. 18 വർഷം മുമ്പ് കലാകൈരളി തുടങ്ങിയപ്പോൾ മുതൽ ഞാനിതിലൊരു അംഗമാണ്. ഇവിടെ പ്രസിഡൻ്റായും സെക്രട്ടറിയായും സേവനമനുഷ്ഠിക്കാനുള്ള സന്ദർഭം ഈ അസോസിയേഷൻ എനിക്ക് തന്നു. ഇന്നിങ്ങനെ ഒരു അനുമോദനം എനിക്കുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതിനതൊക്കെ കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. ജീവിക്കുന്നിടത്തോളം കാലം എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകണം. എന്നെക്കൊണ്ട് കഴിയുന്ന എളിയ സംഭാവനകൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇങ്ങനെയൊരു ഇത് തന്നതിൽ ഇന്നത്തെ ഈ കലാകൈരളി ഭാരവാഹികളോടും ഇതിൻ്റെ നടത്തിപ്പുകാരോടും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാം വിപുലീകരിക്കാനും അതിനുവേണ്ട സഹായ സഹകരണങ്ങൾ എല്ലാവരിൽ നിന്നും ഉണ്ടാവണമെന്നും ഈ സംഘടന 18 വർഷമല്ല, ഇത് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം. ശ്രീമാൻ ഇടപാള് ബാബു പറഞ്ഞ പോലെ മലയാളികൾ ഇന്ന് ബാംഗ്ലൂരിൽ ഏതാണ്ട് 136 സംഘടനകളുണ്ട്.
ഓരോരുത്തരും ഓരോ ജാതി സംഘടനയായാലും 3 വർഷം കഴിയുമ്പോൾ ഗ്രൂപ്പ് ഉണ്ടാവുന്നു. ഇങ്ങനെ ഒരു ഗ്രൂപ്പിസം ഇല്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് കലാകൈരളി. ഈ ഐകമത്യം എല്ലായ്പ്പോഴും എല്ലാവരും സൂക്ഷിക്കണമെന്നുള്ള അപേക്ഷയോടുകൂടി എനിക്കിങ്ങനെ ഒരു സന്ദർഭം തന്നതിൽ ഉള്ള നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. നമസ്കാരം. Dr. B.C. Naik. As I said earlier, they are the founding members and the strong pillars of our association. Dr. B.C. Naik, we would like you to say a few words. ഈ കലാകൈരളി ആരംഭിച്ച ദിവസം ഞാനിപ്പോൾ ഓർക്കുകയായിരുന്നു. അതിനു മുമ്പ് സ്റ്റേജിലിരിക്കുന്ന അതിഥികൾക്കും കലാകൈരളി കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. 18 വർഷം മുമ്പ് ഇത് ആരംഭിക്കുമ്പോൾ കുട്ടികളായിട്ട് ആകെ ഇവിടെ 4 പേരുണ്ടായിരുന്നു. ഒന്ന് ശ്യാമിൻ്റെ മോന്, പ്രസന്നകുമാറിൻ്റെ മകൻ. പെൺകുട്ടികളായിട്ട് കവിതയും ബാബുവിൻ്റെ മകളും നമ്പൂതിരിയുടെ മകളും. കുട്ടികളില്ലാത്ത വർഷമായിരുന്നു നമുക്കന്ന്. സകലതിനും ഈ വയസ്സന്മാർ വേണം എല്ലാ കാര്യങ്ങൾക്കും. അതേസമയം ഇപ്പോൾ കുട്ടികളുടെ തന്നെ ഒരു പ്രോഗ്രാമും ഇതും വന്നു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ മിസ്റ്റർ ബാബു പറഞ്ഞ പോലെ നമ്മൾ ന്യൂ ജനറേഷനിലേക്ക് ഇറങ്ങി വരികയാണ്. അവർ നമ്മളിലേക്ക് വരണതിന് പകരം ഞങ്ങൾ ഇറങ്ങിച്ചില്ല. ഈ കലാകൈരളി ആരംഭിക്കുന്ന സമയത്ത് മിസ്റ്റർ ബാലകൃഷ്ണൻ്റെ വീട്ടിലാണ് വൈകുന്നേരം മീറ്റ് ചെയ്യുക. ഇനോഗ്രേഷനെ പറ്റി സംസാരിക്കണു, രജിസ്ട്രേഷൻ ചെയ്യണം. അന്ന് പ്രിൻ്റ് ചെയ്യാൻ പോലും സഞ്ജയനഗറിൽ ഒരു സ്ഥലമില്ല. മലയാളത്തിലോ അല്ലെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ അടിക്കണമെങ്കിൽ അതുപോലുമില്ല. ഈ കലാകൈരളിയുടെ ലോഗോ 2 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഈ കലാകൈരളിയുടെ ലോഗോ അന്ന് നമ്മൾ വിചാരിച്ചു ഇതുപോലെ ലോഗോ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എവിടെ പോയി ആരെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എൻ്റെ നീസിൽ ലക്ഷ്മിയാണ് അതിൻ്റെ ഇത്. വളരെ സ്കെച്ച് ഇട്ടു, അത് ഡിസൈഡ് ചെയ്തു, അത് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ പഴയ ആളുകളെ ഓർമ്മിക്കുന്നതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, നമ്മൾ നടന്നു വന്ന വഴികളും നമ്മൾ കയറി ഇറങ്ങിയ പടവുകളും ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. അന്നത്തെ സമയത്ത് ആദ്യത്തെ ഇനോഗ്രേഷൻ സമയം നടക്കുമ്പോൾ 13 പൂക്കള ആയിരുന്നു. 13 പേർക്ക് പൂക്കളം ഇടാൻ ആ ഹാളിൽ സ്ഥലമില്ല. വരാന്തയിലാണ് ഇട്ടിരിക്കുന്നത്. അതിൽ പിന്നെ എനിക്ക് തോന്നുന്നത് 13 പേരെ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ ഇനി പുതിയ ആളുകൾക്ക് കയറി വരാനും അതിലേക്ക് മത്സരത്തിൻ്റെ ഒരു അഭിരുചി ഉണ്ടായാലേ നമുക്കിത് നടക്കുള്ളൂ. അന്നൊക്കെ ഞങ്ങൾ വീടുകൾ തോറും നടന്നാണ് 50 രൂപ കളക്ട് ചെയ്യണത് ഊണിൻ്റെയും എല്ലാ കാര്യങ്ങൾക്കും. ഇപ്പം ഇമെയിലായി, സെൽഫോണായി, പല ഇതുമുണ്ട്. പക്ഷെ അതൊന്നും തെറ്റൊന്നുമില്ല. അതൊക്കെ അതിനൊപ്പം നമ്മൾ വളർന്നു വന്നിരിക്കുന്നു. അപ്പോൾ പഴയ കാലങ്ങൾ നമ്മൾ ഓർമ്മിക്കുക. അതിനേക്കാളും നന്നായി നടക്കുന്നതിൽ വളരെ വളരെ സന്തോഷം. ഇനിയും നമ്മൾ ഇത് മുന്നോട്ട് പോകട്ടെ. പലരും നമ്മളെ വിട്ടുപോയി, പലരും അകന്നു പോയവരുണ്ട്. അവർക്കും എല്ലാവർക്കും ഇതോടൊപ്പം ഞാൻ ഓർമ്മിക്കുന്നു. താങ്ക് യു. Free yoga classes in the morning. Very kind of you, sir, to spare us your valuable time. I request our secretary, Mr. Haridas, to do the honors. We would like Mr. Ishwarappa to speak a few words to the gathering. ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರ. ಇವತ್ತು ಈ ಕಾರ್ಯಕ್ರಮ ನೋಡೋಕ್ಕೆ ನಮ್ಮನ್ನು ಕರೆದದ್ದು, ಈ ಆನರ್ ಮಾಡಿದ್ದು ಅನ್ಎಕ್ಸ್ಪೆಕ್ಟೆಡ್ ನಮ್ಗೆ ಆನರ್ ಮಾಡಿದ್ದೀರಾ, ಅದರ ಸಂತೋಷ. ವೇದಿಕೆ ಮೇಲೆ ಇರುವಂಥ ಶ್ರೇಷ್ಠರು ಮತ್ತು ಜ್ಯೇಷ್ಠರು, ವೇದಿಕೆ ಮುಂದೆ ಇರುವಂಥ ಕಲಾಕೈರಾಳಿ ಪರಿವಾರದ ಎಲ್ಲ ಸದಸ್ಯರಿಗೂ ನನ್ನ ನಮನಗಳು. ಯೋಗ ಪ್ರತಿಯೊಬ್ಬರ ಜೀವನದ ಅನಿವಾರ್ಯ ಅವಶ್ಯಕತೆ. ದಿ ವರ್ಡ್ ಯೋಗ ಈಸ್ ಡಿರೈವ್ಡ್ ಫ್ರಮ್ ದಿ Sanskrit word yuj. It means join together, combine, activate and target to our focus. Nowadays we could see
our physical fitness is a very problem. Now nobody is doing due to the lack of time, stress. We are not doing the proper exercises. At least everybody got only 24 hours. Out of that, 1 hour can be dedicated to the yoga. That will give you the positive energy. How our senior actor, Mr. Babu, is to tell that everywhere the positive energy and negative energy is to say. But unless you practice, unless 1 hour you dedicate for the yoga or any active, you cannot be the happy life. See, everybody want to long life, happy life is Swasth Bharat. Unless one person is a illness in the family, entire family will be disturbed. Once like that, 2-3 people are in each family, one patient is there, everybody will be suffering depression. So I request you, everybody should have the at least 1 hour dedicate for the yoga, fitness, healthness. Now due to the now it come to the diabetic is the major problem due to our lack of exercise and other things. So that is the reason why what I request everybody to dedicate 1 hour wherever possible, even 10 members, 15 members, whatever the possibility is there, please get into that, practice either morning hours or evening hours, then you will be the healthy Bharat, Arogya Bharati, and the ಉಪಯೋಗ ಆಗುತ್ತೆ ಅಂತ ಹೇಳ್ತಾ ಥ್ಯಾಂಕ್ ಯು. Arya V. ICSE 10th standard, we have Veena Vishwanathan, Doctor of P. Vishwanathan. Veena Vishwanathan. I think Veena is not here at the moment. So we'll move over to Vishal P., son of E.S. Nair. Now he is from the stream, CBSE stream, and we have 2 children with the same marks this year. So we have Vishal P., son of E.S. Nair. Another winner from the CBSE's, Ms. Kirtana Kishore Kumar, daughter of Kishore Kumar. I request Mr. Anand to please do the honors. Kirtana Kishore Kumar. One second, Kirtana. Just stop. Kirtana deserves a special mention here, ladies and gentlemen. She has participated in the Youth Parliament and was a speaker in there. A big round of applause to this talent. Thank you, Mr. Anand. Next, we have the results of the Pookala Malsaram. I request Nakshatra to please do the honors. Now, any guesses as to who is the winner of today's Pookala Malsaram? Oh, okay. Now, we will move on from the third prize. From the top, I should say from the third prize. Yeah, bottom. The third prize goes to Team D, Anish and friends. Anish and friends, please come over to that. So we have Anish and team from Team D, the third prize. The second prize goes to Team. Okay, the second prize goes to Team G, Nadia Nishant. Nadia and Nishant, they come. Yeah, there is one more member here. I think he prefers to sit down. Fine. Thank you. And the first prize goes to Team C, that is Tamara.
coming up. That is his team. Members from Tamara, please come forward. See, this is what, gentlemen, for the people who have got the first prize. Three cheers to Team C. Thank you, Nakshatra. Now we have the winners of the sports day because the time doesn't permit us to call all the winners to the stage. So we have the main event of the day, that is the Vadamvali. Okay, the winners of the Vadamvali team, ladies, Mini Jeevan and team. Mini Jeevan, please come on to the stage, please. Where is Mini? The team leader is missing. Okay. The Vadamvali gents, we have Ganesh and team. Ganesh? Yes. Where is Ganesh? Ganesh? See, we would have loved to have Ganesh on the stage, you know. People should see the prosperous team. In every way, I said, prosperous. Ganesh? Okay, Ganesh is, he's busy with some other work. Anyway. A big hand, ladies and gentlemen, to Ganesh and team. Mr. Anand. Ms. Nakshatra. Thank you, everybody. I request the President to adjourn the meet. പ്രിയപ്പെട്ട കലാകാരി സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും ആദ്യമായി ഓണ ഉത്സവത്തിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മൈക്കിൻ്റെ മുന്നിൽ ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. അതിൻ്റെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ച് സഹകരിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ആദ്യമായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെങ്കിലും ചില സാങ്കേതികമായ കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാതിരുന്ന കേന്ദ്ര നിയമമന്ത്രി ഡി സദാനന്ദ ഗൗഡർക്ക് നമ്മുടെ കലാകാരികളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. തൻ്റെ ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ കിടവേള ബാബുചേട്ടനെ ഞാൻ കലാകാരികളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഷൂട്ടിങ്ങിൻ്റെ തിരക്കുകൾക്കിടയിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ശ്രീ നക്ഷത്ര അവർക്ക് ഞാൻ കലാകാരികളുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത നമ്മുടെ കോർപ്പറേറ്റർ ആനന്ദവർക്ക് ഞാൻ ഈ വേദി ഞാൻ നന്ദി അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇത് വിനിയോഗിക്കുകയാണ്. വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, കോർപ്പറേറ്ററായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ആദ്യത്തെ പരിപാടി നമ്മുടെ മലയാളികളുടെ ഒരു പരിപാടിയാണെന്നുള്ളത്
ഞാൻ സന്തോഷപൂർവ്വം ഞാൻ അവതരിപ്പിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ പരിപാടി വിജയത്തിനായി നമ്മോട് സഹകരിച്ച രമണ മഹർഷി ഹെറിറ്റേജ് സെൻ്ററിന് കലാകാരികളുടെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു. ഓണോത്സവം 2015 വിജയത്തിനായി സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും നമ്മോട് സഹകരിപ്പിച്ച എല്ലാവർക്കും കലാകാരികളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് മുന്നിലും നമ്മൾ ഈ സഹകരണം എല്ലാം പ്രതീക്ഷിച്ചു കൊള്ളുന്നു, അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അത് കൂടാതെ ഇന്നത്തെ പരിപാടികളുടെ വിജയത്തിനായി പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി. ഒരു കാര്യം വിട്ടുപോയി. നമ്മളെ എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ എക്സലൻസ് അവാർഡിന് നമ്മളെ ഇത് ചെയ്യുന്ന നളിൻകുമാർ സാറിന് നമ്മുടെ എല്ലാ കലാകാരികളുടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും നമ്മൾ ചെന്നിട്ട് മുട്ടിയാൽ തുറക്കിടുന്ന ഒരു വാതിലാണ് നളിൻകുമാർ സാറ്. ആ നളിൻകുമാർ സാറിന് ഞാൻ ഈ സംഘടനയുടെ മൊത്തം പേരിൽ ഞാനൊരു നന്ദി രേഖപ്പെടുത്തും. മൂഷികവാഹന മോദഗഹസ്ത ചാമരകർണ വിളംബിതസൂന. മൂഷികവാഹന മോദഗഹസ്ത ചാമരകർണ വിളംബിതസൂന. മഹേശ്വരപുത്ര വാമനരൂപ മഹേശ്വരപുത്ര വിഘ്നവിനായക പാദ നമസ്തേ. വിഘ്നവിനായക പാദ നമസ്തേ. ജീവനാഥ എങ്കിലും ഞാൻ കളിച്ചി
പൂജകൾ ചെയ്വതിനും മാളികളെ നടനം ചെയ്യണം. താളത്തോടും മേളത്തോടും മേളിച്ചനുകൂലത്തോടും മാളികളെ നടനം ചെയ്യണം. നല്ല കേളി ജഗത്തിൽ വളർത്തിടണം. ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ. ഹൃദയതരമൊന്നു പാടിടുവാൻ ഉദ്യോഗമേതും കുറയ്ക്കരുതേ. വിദ്യുല്ലതാങ്കി ചൊല്ലിടുക പദ്യങ്ങൾ ഭംഗി കലർന്നു നീ സദ്യമതാങ്കി ധനം തകതത്തിമി തത്തയ്യ തത്വം തത്വമെന്നു മദ്ദളം വാദയ ചന്ദ്രലേഖേ. നല്ല പദ്യങ്ങൾ ചൊല്ലുക നീ രത്നലേഖേ. പാണിവളകൾ കിലുങ്ങിടവേ പാരം ചേണുറ്റ കൊങ്ക കുലുങ്ങിടവേ. പാണിവളകൾ കിലുങ്ങിടവേ പാരം ചേണുറ്റ കൊങ്ക കുലുങ്ങിടവേ. വേണിയഴിഞ്ഞും നവസുമ ശ്രേണി പൊഴിഞ്ഞും കളമൃദുവാണി മൊഴിഞ്ഞും സഖിഹേ കല്യാണി ഖനവേണി സുഖവാണി ശുശ്രോണി നാം ഇണങ്ങി കുമ്മിയടിച്ചിടണം. കല്യാണി ഖനവേണി സുഖവാണി ശുശ്രോണി നാം ഇണങ്ങി കുമ്മിയടിച്ചിടണം. നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം. നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം. നന്നായി വണങ്ങി കുമ്മിയടിച്ചിടണം. ജയ മംഗളം പിഴയെല്ലാം തീർത്തുരങ്ങളെ പരിപാലിച്ചിടവേണം. ശ്രീരാമ യദുകുലേശ നിത്യ ജയ മംഗളം. നിറമൂർന്നൊരു കനവിന്നിൽ തളിയുന്ന പോലെ ഉഴയൂരം തഴുകുന്നീ തളിനീരൻ കാറ്റും ഉലകങ്ങളിടനീതൊരു കുഴലൂതിയ പോലെ കുളിരേകം കനവിൽ നീ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുകും മയിലിണകൾ തൊഴിലുണരും കാലം എന്നകത